ഞങ്ങൾ ദൈവത്തിൻ്റെ പോരാളികളാണ്. തോക്കുകൊണ്ടല്ല ജപമാല കൊണ്ടാണ് ഞങ്ങൾ പോരാടുന്നതെന്നും യുദ്ധക്കളത്തിലല്ല ദിവ്യകാരണത്തിനു മുമ്പിൽ മുട്ടുകുത്തിയാണ് ഞങ്ങൾ നിൽക്കുന്നതെന്നും ഉക്രൈനിലെ ലിവിവിലെ ആർച്ച് ബിഷപ്പ് മൈക്സൈസ്ലാവ് മൊക്രിസിക്കി യുദ്ധത്തിൻ്റെ കഷ്ടതകളുടെയും വേദനകളുടെയും നടുവിലും വളരുന്ന ദൈവവിശ്വാസത്തെയും ആളുകളുടെ പ്രാർത്ഥനാ ജീവിതത്തെയും കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദൈവീക സംരക്ഷണം നമ്മെ കൈവിടുന്നില്ലെന്നും ആളുകൾക്ക് വളരെയധികം വിശ്വാസമുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഇതെനിക്ക് ശക്തിയും പ്രത്യാശയും വിശ്വാസവും നൽകുന്നു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച് ഏതാനും പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കേണ്ടതും യുദ്ധം അവശേഷിപ്പിച്ച ഭീകരതകൾ ഓർക്കാൻ കഴിയുന്നില്ല എന്നതും തങ്ങളെ വേദനിപ്പിക്കുന്നുവെന്നും പറഞ്ഞ അദ്ദേഹം യുദ്ധം അവശേഷിപ്പിച്ച ഭയം, ഉത്കണ്ഠ, അനിശ്ചിതത്വം ഇവയെല്ലാം തങ്ങളെ അലട്ടുന്നുവെന്നും വ്യക്തമാക്കി. സമൂഹത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് ചെറുധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ ജൈവ കാർഷിക കൂട്ടായ്മയും POCയും സഹകരിച്ചു വരുന്ന ജൈവ ഉൽപ്പന്നങ്ങളുടെയും പോഷക ചെറുധാന്യങ്ങളുടെയും ന്യായവില വിപണി 2024 മാർച്ച് 9, 10 തീയതികളിൽ POCയിൽ വെച്ച് നടക്കും. രാവിലെ 10 മുതൽ വൈകുന്നേരം 6 വരെയാണ് വിപണനം നടക്കുന്നത്. ചെറുധാന്യങ്ങൾ ജനങ്ങളുടെ തീന്മേശയുടെ ഭാഗമായി മാറിയതിനാൽ ചെറുധാന്യങ്ങളുടെ വിപണി വില വർദ്ധിക്കാൻ ഇടയായത് സാധാരണക്കാരായവർക്ക് അത് അപ്രാപ്യമാക്കി തീർത്തിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു വിപണനമേള സംഘടിപ്പിക്കുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരിൽ ആദ്യം പേര് രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് 50% വിലക്കിഴിവിൽ ചെറുധാന്യങ്ങൾ നൽകുന്നതാണ്. പേരുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് 9774545646 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഭ്രൂണഹത്യ അവസാനിപ്പിക്കുന്നതിനായി നോമ്പുകാലത്ത് 40 ദിവസത്തെ പ്രാർത്ഥനാ ക്യാമ്പയിനുമായി പ്രോലൈഫ് സംഘടനയായ 40 Days for Life പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും അന്താരാഷ്ട്ര ക്യാമ്പയിനിൽ പങ്കുചേരണമെന്ന് സംഘടന അഭ്യർത്ഥിച്ചു. ഫെബ്രുവരി 14 വിഭൂതി ബുധനാഴ്ച ആരംഭിച്ച ക്യാമ്പയിൻ മാർച്ച് 24 ഓശാന ഞായറാഴ്ച വരെ നീളും. 24 മണിക്കൂറും പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടവർ ഗർഭചിത്രത്തിന്റെ ദാരുണമായ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സമൂഹത്തിന് ശക്തമായ സന്ദേശം നൽകുകയാണെന്നും ഇത് ഭ്രൂണഹത്യാ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മാനസാന്തരത്തിനുള്ള കാരണമായി മാറുമെന്നും സംഘടനയുടെ നേതൃത്വം തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കുറിച്ചു. ഭ്രൂണഹത്യാ കേന്ദ്രങ്ങളിലെ സമാധാനപരമായ സാന്നിധ്യവും പ്രാർത്ഥനയും വഴി കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കുകയാണ് 40 Days for Lifeന്റെ ലക്ഷ്യമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. ക്യാമ്പയിനിൽ ഉടനീളം വ്യക്തികളും കുടുംബങ്ങളും ദേവാലയങ്ങളും ഓരോ ദിവസം ജീവന്റെ സംരക്ഷണത്തിനായി ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേരും. ഇനിമേൽ പാപം ചെയ്യില്ല എന്ന ദൃഢനിശ്ചയമാണ് ആധ്യാത്മിക ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റം വരുത്തുന്നതിന് ആവശ്യമെന്ന് കർദിനാൾ കാന്തലമേസ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വിവരിക്കപ്പെടുന്ന വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവവും വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതാനുഭവങ്ങളും പങ്കുവെച്ചുകൊണ്ടാണ് ജീവിത പരിവർത്തനത്തിൽ വ്യക്തിപരമായ തീരുമാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചത്. ഇനിമേൽ പാപം ചെയ്യരുത് എന്ന യേശുവിന്റെ ഉപദേശത്തെ അടിസ്ഥാനമാക്കി തന്റെ സന്ദേശം ആരംഭിച്ച കർദിനാൾ ഇനിമേൽ പാപം ആവർത്തിക്കില്ലെന്ന ഇച്ഛാശക്തിയില്ലാതെ കുമ്പസാരം നടത്തുന്നതിന്റെ അർത്ഥശൂന്യത അടിവരയിട്ട് പറഞ്ഞു. ഇനിമേൽ പാപം ചെയ്യരുതെന്ന് തുടങ്ങി സ്വജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ അവസാനിപ്പിക്കാൻ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.